പ്രിയമുള്ളവരെ, വിജയത്തിലേക്കുള്ള പാത എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഷൗക്കത്ത് KP, കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിൽ പറ്റമ്മൽ പ്രദേശത്ത് താമസിക്കുന്നു. പോളിയോ രോഗം ബാധിച്ചത് മൂലം 2 കാലുകളും 1 കൈയും തളർന്ന ഒരു ഭിന്നശേഷിക്കാരനാണ് ഞാൻ. പിറന്ന് വീണ് 10ാം മാസത്തിൽ പിടിപെട്ട പോളിയോ രോഗം മൂലം എൻ്റെ ജീവിതത്തിലുടനീളം പ്രയാസങ്ങൾ പിറന്ന് വീണ 10ാം മാസത്തിൽ പിടിപെട്ട പോളിയോ രോഗം എൻ്റെ ജീവിതത്തിലുടനീളം പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ ഒരു പരിധിവരെ ജീവിത വിജയം നേടുകയും സന്തുഷ്ട ജീവിതം നയിക്കുകയും ചെയ്യുന്ന എൻ്റെ ജീവിത വിജയം എന്നെപ്പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഒരു പ്രചോദനമായെങ്കിലോ എന്നോർത്ത് എൻ്റെ വിജയഗാഥ ഞാൻ ലോകത്തോട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ നാൾവഴികൾ ഏറെക്കുറെ ഇനി പറയും പ്രകാരമാണ്. 12 വയസ്സ് വരെയുള്ള എൻ്റെ ചെറുപ്പകാലത്തെ മാതാപിതാക്കൾ പറഞ്ഞു തന്നതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പോളിയോ രോഗം മൂലം തളർന്ന എന്നെ അലോപ്പതി, ആയുർവേദം തുടങ്ങി മിക്ക വൈദ്യശാസ്ത്ര ശാഖകളും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ചികിത്സക്കായി ഉപയോഗപ്പെടുത്തി. എന്നാൽ ഫലിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ ചികിത്സകളെല്ലാം നിർത്തി. സമപ്രായക്കാർ സ്കൂളിൽ പോകുമ്പോൾ ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നതിനായി എൻ്റെ വീടിന് മുൻപിൽ എൻ്റെ മാതാപിതാക്കൾ ഒരു പെട്ടിക്കട വെച്ച് തന്നു. പിന്നെ പാഠശാലയും സ്കൂളും എല്ലാം ആ പെട്ടിക്കടയായി മാറി. പെട്ടിക്കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരുമായുള്ള സമ്പർക്കം എൻ്റെ ആശയവിനിമയശേഷി വികസിക്കുന്നതിന് കാരണമായി. മലയാളം വായിക്കാൻ പഠിച്ചിരുന്നു. പത്രവായന എൻ്റെ ഒരു ഇഷ്ട വിനോദമായിരുന്നു. പത്രവായന പതിവാക്കിയപ്പോൾ ചിന്താമണ്ഡലം വികസിക്കുകയും തൻ്റെ വൈകല്യത്തെക്കുറിച്ച് വായന പിന്നെ വർത്തമാന പത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. അത് ആനുകാലികങ്ങളിലേക്കും സാഹിത്യരചനകളിലേക്കുമായി വികസിച്ചു. ദുർവിധിയെ മറികടക്കാനുള്ള വഴികളെക്കുറിച്ചായി പിന്നീട് ചിന്ത. പല വഴികളും അന്വേഷിച്ചെങ്കിലും വിദ്യാഭ്യാസമാണ് എല്ലാത്തിനും പരിഹാരമെന്ന തീരുമാനത്തിലെത്തിച്ചേർന്നു. 17 വയസ്സുള്ള ഏതൊരാൾക്കും പ്രൈവറ്റ് ഓവറേജ്ഡ് കാൻഡിഡേറ്റായി SSLC എഴുതുവാനുള്ളൊരു സ്കീം അന്ന് നിലവിലുണ്ടായിരുന്നു. പിന്നെ ആ സ്കീമിലൂടെ പരീക്ഷ എഴുതാൻ ശ്രമം തുടങ്ങി. സ്കൂളിൻ്റെ പടി പോലും കാണാതെ എന്നെ സംബന്ധിച്ചിടത്തോളം SSLC പഠനം അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ എൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്താൽ ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നിവ പഠിക്കുകയും മറ്റ് വിഷയങ്ങൾ സ്വയം പഠിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ 1989 SSLC പരീക്ഷ എഴുതി ആദ്യ ചാൻസിൽ തന്നെ പാസ്സാവുകയും ചെയ്തു. സ്കൂളിൻ്റെ പടി പോലും കാണാതെ SSLC പാസ്സായി എന്ന തലക്കെട്ടോടുകൂടി പത്രങ്ങളിൽ ആ വാർത്ത വന്നു. പത്രങ്ങളിൽ വന്ന വാർത്തയും ആളുകളുടെ പ്രോത്സാഹനവും തുടർന്ന് പ്രീ ഡിഗ്രി പരീക്ഷ എഴുതുവാൻ എനിക്ക് പ്രചോദനമായി. ബാക്കി കാര്യങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ വിട.